ഹലോ ഗായ്സ്, നമ്മളെ പെരുന്നാളത്തെ തലേന്നത്തെ കുറച്ച് വ്ളോഗാണ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്തത്. നമ്മുടെ ഹെസാസിൻ്റെ രണ്ടുപേരും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതാ മിസുവാണ് കേട്ടോ മെഹന്തി ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട്. ഭയങ്കര ബിസി ഷെഡ്യൂൾ തന്നെയല്ല, നീക്കി വെച്ചെത്തി. ബിസിയാണ്. കുറെ ആൾക്ക് മൈലാഞ്ചി ഇട്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ ഇടക്കിടുന്നത് ആരും പൈസ കൊടുക്കുന്നില്ല. അത് 4000 രൂപ. അതും പോയിട്ടാണ്. ആരും പൈസ കൊടുക്കുന്നില്ല, മൈലാഞ്ചി ഇടുന്നുണ്ട്. അഞ്ചിവയും ഞാൻ പണ്ട് ഭയങ്കര സംഭവം എല്ലാവർക്കും മൈലാഞ്ചി. എല്ലാവർക്കും നല്ല നമുക്ക് ഇട്ട് അതുപോലെ പോക്കുകയും ചെയ്ത് ഇതാ പോയി. അതിന് ലിപ്സ്റ്റിക്ക് ഇപ്പം എന്തിനാ അടിപൊട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് വെക്കുക. നമ്മൾ പണ്ടേ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മളൊന്നും എടുത്ത് വെക്കലില്ല. ഇപ്പം കുട്ടികൾ എടുത്ത് വെക്കുന്നുണ്ട്. ഇസ്തിരി ഇട്ട് കൊടുക്കും, അവരിങ്ങനെ എടുത്ത് വെക്കും. അതിൻ്റെ കൂടെ അവർ സ്പ്രേയും അതുപോലെ ഇപ്പോൾ ഏതാച്ചും ഇപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കെല്ലാം എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അവളെ കണ്ണട, ഷൂ എല്ലാം അർമാൻ്റെ ഷൂ, കണ്ണട, വാച്ച് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു വൈബാണ് കേട്ടോ പണ്ട്. ഇപ്പം നമ്മളൊന്നും ചെയ്യില്ല. ഇപ്പം അതൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ രാവിലെ ആയി കേട്ടോ. അപ്പം അർമാനും എൻ്റെ ഉപ്പയും എൻ്റെ ബ്രോയൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. ആ നേരത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. അതാ ചെടിക്കാൻ പോകുന്നേ ഉള്ളൂ, എണീച്ചിട്ടില്ല. അപ്പോൾ പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് ഞാനും കുറച്ച് നേരത്തെ എണീറ്റു. അപ്പോൾ അവരെല്ലാം പള്ളിയിൽ പോയി. ഇനി എന്താ പറയുക, ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മട്ടൻ ബിരിയാണി. വേറെ സ്പെഷ്യലൊന്നുമില്ല. അങ്ങനെ സ്പെഷ്യലൊന്നും ആക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചു പുറത്ത് കുട്ടികളെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കുറേ ആയി മാളിൽ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ മാളിൽ പോകാമെന്ന് വെച്ചാൽ അപ്പം കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പരമാവധി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവേദി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ പഴയ ചാനൽ പോയതിൻ്റെ സങ്കടം എനിക്ക് പോയിട്ടേ ഇല്ല. അതെനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ആ ചാനൽ മൊത്തത്തിൽ പോയി. അപ്പോൾ ഇങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഷ്ടപ്പെട്ടിട്ട് മിസു ഇട്ടാന്ന മൈലാഞ്ചിയാണ്, ഒട്ടും ചോന്നിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ എസാച്ചുമൊക്കെ ഡ്രസ്സ് മാറ്റി എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി അർമ്മ പള്ളിയിൽ നിന്നെല്ലാം വന്നു കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇതാണ് കേട്ടോ പുഡിങ്. ഇളനീർ പുഡിങ്ങാണ്. ഇളനീർ ഗ്ലാസ് പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ ആയി ഞാൻ ഇതൊന്നും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ. ഇതുപോലെ പക്ഷെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ രാവിലത്തെ നാസ്തയൊക്കെ കഴിച്ചു കേട്ടോ. ഞാനധികം രാവിലത്തെ നാസ്ത പെരുന്നാൾക്ക് അങ്ങനെ കഴിക്കലില്ല. രാവിലെ എണീറ്റ് അവിടെ എന്തെങ്കിലും ചായൻ്റെ കടി ഉണ്ടാവും. അപ്പോൾ അത് തിന്ന് കഴിഞ്ഞാൽ പിന്നെ നാസ്ത അങ്ങനെ കഴിക്കില്ല. പിന്നെ മട്ടൻ ബിരിയാണി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഇതന്നെ മതി. അങ്ങനെ ബിരിയാണി തിന്നു. യസാച്ച അതിൻ്റെ ഇടയിൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നേന്. ഉപ്പാൻ്റെ അനിയൻ്റെ ഒപ്പരത്ത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ്. എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് വന്ന് അവിടുന്ന് സക്കാത്തെല്ലാം വാങ്ങിച്ചിട്ട് വന്ന് അർമാനും സക്കാത്തെല്ലാം കൊടുത്തയച്ചു. ഉപ്പാൻ്റെ അനിയനാണ് എന്നിട്ടത്. അർമാൻ്റെ ഉമ്മ ചോറ് വാരി കൊടുക്കലാണ്. എനിക്ക് പിന്നെ എപ്പം വാരി കൊടുക്കണം ചോറ്. യസാച്ച ഒറ്റയ്ക്ക് തന്നെ അങ്ങ് തിന്നോളും. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പുഡിങ് തിന്നു കേട്ടോ. പുഡിങ് എല്ലാവരും തിന്ന് ലാസ്റ്റ് ഇതുപോലെയായി. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പുഡിങ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയായിരുന്നു. അത് ഫുള്ളും പെട്ടെന്ന് തന്നെ തീർന്ന് കുറച്ച് മിസുവിൻ്റെ വീട്ടിൽ കൊടുത്തു. പിന്നെ മിസുവിനെ രാവിലെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. വന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവളുടെ. അന്നേരം ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിട്ടില്ലേനു. അങ്ങനെ ഓളെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അവരെവിടെയോ സവാരി പോയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചോറിൽ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എൻ്റെ ആങ്ങളുടെ ഓളും കുട്ടിയും വന്നു. ആങ്ങളെയും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ മോനെ ഫർഹാൻ ബേബി. വന്നപാടെ കുറച്ചൊരു വരാനൊക്കെ കുറച്ച് മടിയായിരിക്കും, പിന്നെ സെറ്റായി വരും. അപ്പോൾ അവർ വരുന്ന സമയത്തായിരുന്നു ഞാൻ ഡ്രസ്സ് മാറ്റുന്നതായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങായിരുന്നു. എൻ്റെ ചാനൽ പോയി വേറെ തുടങ്ങി. Ay, ito mo yung
അവർ വന്നിട്ട് ആകെ ഒരു 3/4 മണിക്കൂർ മറ്റേ നിന്നിട്ടുള്ളൂ കേട്ടോ ഓള് വാങ്ങല്. പിന്നെ ഞാൻ ആ സമയത്ത് ഡ്രസ്സ് മാറ്റുന്ന തിരക്കായിരുന്നു നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ചോറിൽ നിന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്ന്. അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ നമ്മൾ മാളിൽ പോയി. ഓള് ഫറൂനോട് വരുന്നോ ചോദിച്ചപ്പോൾ ഓള് വരുന്നില്ല എന്ന് പറഞ്ഞു. ഫറാനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി കേട്ടോ, ഞാനും ഉമ്മയും എൻ്റെ മക്കളും. അവിടെ പോയി പിന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഭയങ്കര റഷായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നാൽ ഇപ്രാവശ്യത്തെ ഫോട്ടോസൊന്നും എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. ഈ പിള്ളേരൊന്നും എടുത്തു തന്നിട്ടില്ല. ആരെങ്കിലും എനിക്കുണ്ടാവും ഫോട്ടോ എടുത്തു തരാൻ. അങ്ങനെ നമ്മൾ മേലേക്ക് പോവാണ് കേട്ടോ. മേലയിലാണ് ഇവരുടെ മെയിൻ ഗെയിം സെൻറ്റർ. അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ സക്കാത്ത് കിട്ടിയ പൈസനെ കൊണ്ട് ഗെയിമെല്ലാം കളിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പൈസയൊന്നും വാങ്ങിയിട്ടില്ല. അവരെ പൈസ തന്നെ എടുത്തിട്ടാണ് എല്ലാം ചെയ്ത് കേട്ടോ ഗെയിമൊക്കെ. അങ്ങനെ പിന്നെ ഫുള്ള് ഗെയിമിൽ കളിക്കലാണ്. അസാച്ച് പിന്നെ അധികം ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തിലും കയറി മറിഞ്ഞ് കളിക്കാം. കാരണം ഫുള്ള് ഓരോ ഇതുണ്ട്. അപ്പോൾ എസാച്ചും അധികം ഇതിലാണ് കയറൽ. പോയി കഴിഞ്ഞാൽ അർമാമിൻ്റെ കാറ് അങ്ങനത്തെയല്ലോ. അപ്പോൾ നിറച്ചും ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. നല്ല റഷായിരുന്നു. ഞാനും എൻ്റെ ഉമ്മയും ഇപ്പുറത്ത് നിന്നിട്ടെല്ലാം നോക്കി നിന്ന് കുറച്ച് നേരം. അപ്പോൾ ഇവരെ കളിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് അർമാൻ എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഇതിൽ നിന്ന് ഗെയിമിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു പാവക്കുട്ടി. അത് നമ്മൾ എൻ്റെ ഉപ്പയത്ത് എൻ്റെ മോളെ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുട്ടിക്ക് കൊടുത്തിട്ടോ. അപ്പോൾ എസാച്ച് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അവൾ നല്ലോണം പരമാവധി എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് കുറച്ച് എന്താ ഇങ്ങനത്തെ ഗെയിമോ അതിനൊരു പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അർമാൻ അധികം ഇങ്ങനത്തെ ഡ്രൈവ് അങ്ങനത്തെ ഗെയിമാണ് അധികം കളിച്ചത്. ഓൾക്കും കാറ് വേണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര തട്ടിപ്പാണ് കേട്ടോ. ഒരു ഗെയിമിന് തന്നെ 40-50 രൂപയാണ്. നമ്മളൊരു 10-400-500 ഉറുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചില പൈസ പോകുന്ന അതിൻ്റെ കാർഡിലെ കോയിൻ തീരുന്ന വഴി അറിയില്ല. ഫുള്ള് തട്ടിപ്പാണ് ഇവർ. കുറച്ചൊരു പൈസയെല്ലാം ചെറിയ ചെറിയ ഗെയിമിലെല്ലാം കുറച്ച് ചുരുക്കി എടുക്കേണ്ട, അതില്ല. എല്ലാത്തിനും 50, 40, 60 അങ്ങനെയൊക്കെ. പരമാവധി എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു രണ്ടാളും. പിന്നെ വിശക്കുന്നു എന്ന് പറയാൻ തുടങ്ങി അസാച്ചു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു നമുക്ക് പാലൂത കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാലൂത ഓർഡർ ചെയ്തു. അങ്ങനെ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ദേഷ്യം വരാൻ അസാച്ചുവിന്. അങ്ങനെ ഞാൻ പാലൂതൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം നമ്മൾ വെച്ചാൽ എന്തെങ്കിലും KFC അങ്ങനെ എന്തെങ്കിലും തിന്നാന്ന്. പിന്നെ പാലൂത കുറേ ആയി കുടിക്കാത്ത, അങ്ങനെ പാലൂത കുടിക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ KFC അങ്ങനെ എന്തുവാണ് വേണ്ടത്. പക്ഷേ ഇവൾ വായി തുറന്ന് പറയുന്നില്ല എനിക്ക് ഇന്ന സാധനം വേണമെന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീം ഉണ്ടാകുന്നപ്പോൾ പിന്നെ ഇവളുടെ മുഖമൊക്കെ ആകെ മാറി. പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഓക്ക്. അപ്പോൾ കുറേ നേരം അതും വെച്ചിട്ട് അവിടെ ഇരുന്നു. നമ്മളൊക്കെ കുടിച്ച് കഴിയുന്നവരെ അതും വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. ഇതാണ് ഇവരുടെ കളി. എവിടെയെങ്കിലും കൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അത് കുറേ നേരം അത് നോക്കിയിരുന്നു. നമ്മളെല്ലാം ഏകദേശം കുടിച്ച് കഴിയാനായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഇത് മാറിയിട്ടില്ല. പിന്നെ ഐസ്ക്രീമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും നോക്കാണ്ട് എല്ലാം കൂടി കുത്തി അങ്ങ് തിന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഇന്നാണ്. അപ്പോൾ ഇന്ന് എൻ്റെ സൗണ്ടെല്ലാം പോയി കേട്ടോ. ഇന്നലത്തെ ഐസ്ക്രീം കുടിച്ചതിൻ്റെ പാലൂത കുടിച്ചതിൻ്റെ റിയാക്ഷനാണെന്ന് തോന്നുന്നു. സൗണ്ടൊന്നും ശരിയില്ല, ഭയങ്കര സൗണ്ട്, എന്താ ത്രോട്ട് പെയിനൊക്കെ ഉണ്ട്. ഏതാച്ചും ലാസ്റ്റ് ഇങ്ങനെ അവിടെ കിടന്നു. അവളെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞു എനിക്ക് ഈ സാധനമാണോ പൊട്ടാറ്റോ കിട്ടുന്നില്ല പറയാട്ടോ അതിൻ്റെ പേര്. പൊട്ടാറ്റോ ഫ്രൈ അല്ല, പൊട്ടാറ്റോ സ്പ്രിങ് പൊട്ടാറ്റോ. അങ്ങനെ അത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു. ആദ്യം ഞാൻ ചോദിച്ചു പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ സമയം തന്നെ പോകുന്നത്, അതിൻ്റെ ഉള്ളിൽ കയറിയാൽ സമയം പോകുന്നത് തിരികെയില്ല. അതിൻ്റെ ഉള്ളിൽ കയറി പിന്നെ നമ്മളവിടെ നിന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പയത്താൻ്റെ മോനും ഓളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പയത്താൻ്റെ മോളും അങ്ങനെ ഈ സാധനം ഞാൻ വിളിച്ച് പറിച്ച് തിന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എസാച്ചു ഇതെല്ലാം തിന്ന്. എൻ്റെ ഫോണിൽ ചാർജൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫുൾ വീഡിയോ ഞാൻ ഉപ്പയത്താൻ്റെ മോളെ ഫോണിൽ നിന്നാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് അവരയച്ചു തന്നെയാണ് കേട്ടോ. നമ്മൾ പോകുന്ന പോക്കിന് താഴെ നോക്കുമ്പോൾ ഭയങ്കര മ്യൂസിക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമയം 7:30 മണി കഴിഞ്ഞു. പിന്നെ ഉപ്പ പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഒരു പാട്ട് കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഒന്നും നിൽക്കാൻ നിന്നിട്ടില്ല. मेरे मन ये बता दे तो किस
പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പയത്തെ എൻ്റെ മോൾക്ക് വേറെ സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് ഫോൺ അങ്ങ് തിരിച്ചു കൊടുത്തു. പിന്നെ ഞാൻ പോകുന്നത് നിർത്തിയിട്ടില്ല, പിന്നെ വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലെത്തി. ഭയങ്കര റഷായിരുന്നു, പിന്നെ വരുന്ന സമയത്ത് ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതലൊന്നും വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ വേറെ ആളുടെ വീഡിയോയിലാണ് എടുത്തത്. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.